വാടാ, എന്തു പറ്റി? എന്തൊരു സമൃദ്ധ? ഇനിയൊന്നും പറ്റാനില്ല. ശിശ്രീച്ച രാജീവും ഞങ്ങളുടെ മുറി കയ്യേറി. അപ്പൊ അവളുടെ മുറിയോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമില്ല. ഗൂഗിളിന്റെ മുറിയിൽ ഒന്ന് കിടക്കാനാ അമ്മ പറഞ്ഞത്. അതിനെന്താ, താൻ മോളെയും കുട്ടി അവിടെ കിടന്നോ? അച്ഛനും വാ, നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാം. അച്ഛന് കുറേ ജോലിയുണ്ട്, അത് കഴിഞ്ഞ് അച്ഛൻ വരാം. അച്ഛനും അമ്മയും കൂടി ഒരു റൂമിൽ കിടക്കാത്തെന്താ? അത് അച്ഛന് ജോലിയൊക്കെ തീരാൻ ഒരുപാട് ലേറ്റ് ആവൂലേ. അപ്പൊ പിന്നെ നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാതിരിക്കാനാ നിങ്ങൾ രണ്ടുപേരും ആ മുറിയിലേക്ക് പോയത്. മനസ്സിലായോ? താൻ മോളെയും കുട്ടി ആ മുറിയിലേക്ക് ചെന്നോ? എനിക്ക് കുറച്ചുകൂടെ ജോലിയുണ്ട്. ഞാനപ്പോ വരാം. അച്ഛനങ്ങ് വരാം കേട്ടോ. ഗുഡ് നൈറ്റ്. ശരി, ഇറങ്ങണേ. എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ. രാജീവേട്ടാ, എന്താ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ? പിന്നെ വരാതെ. എത്ര നാള് കൂടിയാ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാൻ പോകുന്നത്? നീ ഒരു കാര്യം ചെയ്യും, നല്ല കരിമീൻ മേടിച്ച് പൊള്ളിക്കണം. പിന്നെ നെമ്മീൻ ഒന്നാന്തരം വെളിച്ചെണ്ണയിൽ വറക്കണം. പിന്നെ കുറച്ച് ചിക്കനോ ബീഫോ മട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ മീൻകറി വെക്കുകയാണെങ്കിൽ കുരുമുളക് ചേർത്ത് കുടംപുളി ഇട്ട് വെക്കണം. അതൊക്കെ റെഡിയാക്കാം. രാജീവേട്ടൻ കറക്റ്റ് സമയത്ത് വന്നാ മതി. ഞാൻ എത്തിക്കൊള്ളന്നേ. അപ്പൊ ശരി, ഉച്ചയ്ക്ക് കാണാം. ഇങ്ങനെയാണെങ്കിലേ ഉടനെ നീയും ഭർത്താവും കൂടി വേറെ വീട് നോക്കേണ്ടി വരും. നാണമില്ലടി അവന് ഗോകുലിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ. അത് ശരി, 5000 രൂപ അവന്റെ നിന്ന് വാങ്ങിയതാണോ ഇപ്പൊ വലിയ കുഴപ്പം? നിങ്ങളെന്നെ കെട്ടിച്ചു വിട്ടെങ്കിലേ ഇപ്പൊ എത്ര ലക്ഷം രൂപ ചെലവായനെ. ഇതിപ്പോ കാൽ കാശിന് ചെലവില്ലാതെ കാര്യം നടന്നില്ലേ? രൂപ എത്രയാ ലാഭം? അത് ശിശ്രീച്ച പറഞ്ഞത് നേരാ. പക്ഷേ ഇതൊരു ശീലമാക്കുന്നത് നല്ലതല്ല. എന്റെ പൊന്നു സമൃദ്ധ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇന്നെങ്കിലും രാജീവേട്ടന് നല്ല മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ വച്ചു കൊടുക്കണ്ടേ? സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് വിരുന്ന് തരേണ്ടത് നിങ്ങളുടെ കടമയാ. അതിനിടയ്ക്ക് ഇങ്ങനെ എച്ചിക്കണക്ക് പറയല്ലേ. ഞാനേ ഫിഷ് സ്റ്റോളിൽ വിളിച്ചിട്ട് കുറച്ച് മീൻ കൊണ്ടുവരാൻ പറയാം. എന്താ വക്കീലെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ചിലപ്പോ വിധി നമുക്ക് എതിരായിട്ട് വരാൻ സാധ്യതയുണ്ട്. മൈനറായി ഇന്ദു എന്ന പെൺകുട്ടിക്ക് ഈ സ്വത്തുക്കളിൽ എന്തെങ്കിലും അവകാശമുള്ളതായിട്ട് അറിയാമോ? അത് പിന്നെ ശബരീഷെ, ഈ സേതുമാധവൻ മരിക്കുന്നതിന് മുമ്പ് സച്ചി അർച്ചനയും ചേർന്ന് ദത്തെടുത്ത കുട്ടിയെ ഇന്ദു. അന്ന് കുറച്ച് സ്വത്തുക്കൾ എന്തോ ആ കുട്ടിയുടെ പേരിൽ സേതുമാധവൻ എഴുതി വെച്ചു എന്നോ മറ്റോ ആണ് എന്റെ ഒരു ഓർമ്മ. അതാണ് നമ്മൾ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതെങ്ങനെ? അന്ന് സേതുമാധവൻ എഴുതിയ ആ വിൽപത്രം കോടതി ഇപ്പോ പ്രധാന തെളിവായി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ട്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ പല സ്വത്തുക്കളും പിന്നെ കമ്പനിയുടെ 10% ഷെയറും ആ കുട്ടിയുടെ പേരില്ല. അതുകൊണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രോപ്പറായ ഒരു വക്കീല് അവരുടെ കേസിൽ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും അവരിതുവരെ കോടതിയിൽ ഉന്നയിക്കാതിരുന്നത്. കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാ എനിക്ക് ഈ കുരുക്ക് മനസ്സിലായത്. എന്ന് പറഞ്ഞ വക്കീൽ എന്താ പറഞ്ഞു വരുന്നത്? ആ കുട്ടിയുടെ അവകാശം കൂടി പരിഗണിച്ചിട്ടാണ് ഒരു കോടതി വിധി ഉണ്ടാകുന്നെങ്കിൽ ചിലപ്പോ അവന്തിക മാഡം ഇന്ന് കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവനും സേതുമാധവന്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. നോ, അതൊരിക്കലും നടക്കില്ല. കോടതിക്ക് ആ കുട്ടിയുടെ അവകാശം കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. അത് റദ്ദാക്കാൻ പറ്റില്ലേ? ഒരിക്കലും ഇല്ല. അപ്പോ ഇത്രയും നാള് നമ്മൾ ചെയ്തതൊക്കെ പാഴ്വേലയായിരുന്നോ? അതെ. ആ കുട്ടിയുടെ അവകാശം നിലനിൽക്കെ സേതുമാധവൻ അവന്തികയുടെ പേരിൽ എങ്ങനെയാ സ്വത്തുക്കൾ എഴുതി തന്നെന്നുള്ളത് കോടതി പരിശോധിക്കും. അവിടെ നമ്മൾ തോൽക്കും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്താ ഇതിനൊരു വഴി? നിയമത്തെ നിയമം കൊണ്ട് മാത്രമേ നേരിടാൻ പറ്റൂ. വിധി വരുന്നതിന് മുമ്പ് സ്വത്തുക്കളെല്ലാം മേഡത്തിന്റെ പേരിൽ നിന്ന് മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ
അത് ചിപ്പിമോളുടെ പേരിലേക്ക് മാറ്റിയാലോ? അതിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയാ? ചിപ്പിമോളും മൈനർ ആണല്ലോ. അതിന്റെ നിയമവശങ്ങള് ഞാൻ ഒന്നുകൂടി പരിശോധിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. എന്തായാലും അടുത്ത ആഴ്ച കേസിന്റെ അവസാന വാദം തുടങ്ങുക. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ശബരീഷ് ഇപ്പൊ പൊക്കോ. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ അത്രയും നല്ലത്. എന്നാ ശരി മാഡം. അവള് കൊടുക്കാനോ? നീയല്ലേ ഓർഡർ ചെയ്തത്? അപ്പൊ പൈസ കൊടുക്കേണ്ടത് നീയല്ലേ? അമ്മേ, ഈ വീട്ടിലങ്ങനെ ഞാനൊന്നും നീയൊന്നും എന്തെങ്കിലും ഉണ്ടോ? ഞാനേ ഇത് ഓർഡർ ചെയ്തത് നിങ്ങൾക്കും കൂടി വേണ്ടിട്ടാ. ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ. ആ, നിങ്ങളല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വിരുന്ന് തരുന്നേ. അപ്പൊ പിന്നെ ഇന്നത്തെ ചെലവ് നിങ്ങളുടേതല്ലേ? കല്യാണ പെണ്ണെ കൊണ്ട് പൈസ കൊടുപ്പിക്കുന്നതേ നിങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ? ആ, ഞാനിതൊക്കെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. ആ, സമൃദ്ധേ, ഈ പയ്യനെ ഒരുപാട് നേരം നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. ഇനിയും ഓർഡർ ചെയ്യാനുള്ളതാ. എന്തൊരു സ്വഭാവം ഇവളുടേത്! 3800 രൂപയോ? അമ്മ ഇനി ഇതിന്റെ പേരിൽ ചേച്ചി വഴക്കൊന്നും പറയണ്ട. ഈ പൈസ ഞാൻ കൊടുത്തോളാം. സ്കാനർ ഒന്ന് കാണിച്ച്. ദാ.